ഒരു മാസത്തിൽ തന്നെ ഒരു നക്ഷത്രം 2 തവണ വരുമ്പോൾ പിറന്നാളാദിയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ രണ്ടാമത്തെ ദിവസത്തെ നക്ഷത്രം വേണം തിരഞ്ഞെടുക്കേണ്ടത്. ദേവപൂജാതി കാര്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 1-ാം തീയതിയും 2-ാം തീയതിയൊക്കെ വരുന്ന നക്ഷത്രം എന്തായിരുന്നാലും അവസാനം 28-29 ദിവസമൊക്കെ വരുമ്പോൾ വീണ്ടും ആ നക്ഷത്രം തന്നെ വരും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ദിവസത്തെ നക്ഷത്രം കണക്കാക്കണം. അതുപോലെ അടുത്തടുത്തുള്ള 2 ദിവസങ്ങളിൽ ഒരു നക്ഷത്രം തന്നെ വരികയാണെങ്കിൽ അന്നേരം നക്ഷത്രം കണക്കാക്കുമ്പോൾ ഈ രണ്ടാമത്തെ നക്ഷത്രം തന്നെ എടുക്കണം. പക്ഷേ രണ്ടാമത്തെ ദിവസം ആ നക്ഷത്രം 6 നാഴികയിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ദിവസം കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്തടുത്തുള്ള ദിവസങ്ങളിലാണ് നക്ഷത്രം വരുന്നതെങ്കിൽ ഉദയത്തിന് ശേഷം 6 നാഴിക ആ നക്ഷത്രം ഉണ്ടോ എന്ന് കണക്കാക്കേണ്ട കാര്യം കൂടി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ദേവപൂജാ കാര്യങ്ങൾക്കും പിറന്നാളുകൾക്കുമാണ് ഈ രണ്ടാമത്തെ ദിവസം തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ പിതൃപൂജാ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ശ്രാദ്ധം, ബലി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ദിവസത്തെ നക്ഷത്രം തിരഞ്ഞെടുക്കണം. അപ്പോൾ ദേവപൂജയിലും പിതൃപൂജയിലും 2 തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്.